PSC പരീക്ഷാ തട്ടിപ്പ് കേസിൽ മൂല്യനിർണ്ണയം നടത്തിയ അധ്യാപകരുടെ വിവരങ്ങൾ കൈമാറില്ലെന്ന നിലപാടുമായി PSC ഓൺ സ്ക്രീൻ മാർക്കറ്റിംഗിന്റെ രഹസ്യ വിവരങ്ങളും കൈമാറേണ്ടെന്ന് നിയമോപദേശം. ക്രൈംബ്രാഞ്ച് CIയും വനിതാ സിവിൽ പോലീസുമാരെയും അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തി. വിവരങ്ങളുമായി ശ്യാമപ്രസാദാണ് ചേരുന്നത്. ശ്യാമി, അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുന്ന വേളയിൽ ഈ മൂല്യനിർണ്ണയം നടത്തിയ അധ്യാപകരുടെ വിവരങ്ങൾ നൽകില്ല എന്ന നിലപാട് അത് അന്വേഷണത്തെ ദോഷകരമായി ബാധിക്കുന്നതല്ലേ? ഗൗതം, തീർച്ചയായും കഴിഞ്ഞ ദിവസമാണ് PSC ആസ്ഥാനത്തെത്തിയ ക്രൈംബ്രാഞ്ച് IG അജിത ബീഗം ഇത്തരത്തിൽ ഈ ചീഫ് തസ്തികയിലുള്ള PSC നിയമന തട്ടിപ്പുമായി ബന്ധപ്പെട്ട രേഖകൾ ആവശ്യപ്പെടുകയും ചെയ്തത്. എന്നാൽ ആ കത്ത് നൽകിയ ഘട്ടത്തിലെല്ലാം തന്നെ PSC ചെയർമാൻ കൂടിയായ MR ബൈജു അന്വേഷണത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാ രേഖകളും കൈമാറാമെന്നായിരുന്നു ഈ ക്രൈംബ്രാഞ്ച് സംഘത്തിന് നൽകിയ വിവരം. എന്നാൽ ഈ ഒരു വിവരം ഇപ്പോൾ നിഷേധിക്കുകയാണ്. പ്രധാനമായും ഇപ്പോൾ ഈ പബ്ലിക് സർവീസ് കമ്മീഷന് ലഭിച്ചിരിക്കുന്ന നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ മൂല്യനിർണ്ണയം നടത്തിയ അധ്യാപകരുടെ വിവരങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൈമാറേണ്ടതില്ല എന്നുള്ളൊരു നിലപാടിലേക്ക് PSC ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും പറയുന്നത് ഈ PSCയുടെ രഹസ്യാത്മകത നഷ്ടപ്പെടുമെന്നുള്ളൊരു വാദമാണ് PSC ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത്. അതിനാൽ തന്നെ നിലവിൽ ഉള്ള ഈ രേഖകളും ചോദ്യക്കടലാസും ഉത്തരക്കടലാസുകളും എല്ലാം തന്നെ നൽകാനാവില്ല എന്നുള്ളൊരു നിലപാടിൽ തന്നെയാണ് PSC എത്തിച്ചേർന്നിരിക്കുന്നത്. പകരം 228 വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസുകൾ കൈമാറാമെന്ന് മാത്രമാണ് ഇപ്പോൾ PSC അന്വേഷണ സംഘത്തെ അറിയിച്ചിരിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ ക്രൈംബ്രാഞ്ച് സംഘം ഒരു ഔദ്യോഗികമായ ഒരു വിശദീകരണത്തിന് ഇപ്പോൾ തയ്യാറായിട്ടില്ല. നിലവിൽ അന്വേഷണ സംഘം വിപുലീകരിച്ചുകൊണ്ട് ADGP H വെങ്കടേഷ് ഇപ്പോൾ ഉത്തരവിറക്കിയിട്ടുണ്ട്. ഈ ക്രൈംബ്രാഞ്ച് സംഘത്തിൽ ഇനി മുതൽ 10 അംഗ സംഘമായിരിക്കും ഈ സംഘത്തിലുണ്ടാകുക. CIയും ഒപ്പം തന്നെ വനിതാ സിവിൽ പോലീസ് ഓഫീസർമാർ അടക്കമുള്ളവരുണ്ടാകും. ഒപ്പം തന്നെ കമ്പ്യൂട്ടർ വിദഗ്ധരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ 10 അംഗ സംഘം വിപുലീകരിച്ചിരിക്കുന്നത്. ഈ ആസൂത്രണ ബോർഡിലെ പ്രധാനപ്പെട്ട ഈ പരാതികൾക്ക് പുറമെ മറ്റ് 10 വകുപ്പുകളിലെ പരാതികൾ കൂടി ഇപ്പോൾ അന്വേഷണ സംഘത്തിൻ്റെ മുൻപിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ പരാതികളിൽ കൂടി പരിശോധിച്ച ശേഷമായിരിക്കും വിശദമായൊരു റിപ്പോർട്ട് തയ്യാറാക്കി സംസ്ഥാന സർക്കാരിനെ കൈമാറാനായിട്ടാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് സംഘത്തിൻ്റെ തീരുമാനം. എന്തായാലും കൂടുതൽ സങ്കീർണമായ നടപടികളിലേക്ക് കടക്കുകയാണ് PSC. ഇനി ഇക്കാര്യത്തിൽ നിയമോപദേശം മറികടന്നുകൊണ്ട് ഇനി പോലീസിന് അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് സംഘത്തിനെ എന്ത് ചെയ്യാനാകുമെന്നുള്ളൊരു ആശയവിനിമയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗൗതം, ഓക്കെ PSC പരീക്ഷാ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മൂല്യനിർണ്ണയം നടത്തിയ അധ്യാപകരുടെ വിവരങ്ങൾ നൽകേണ്ടതില്ല എന്ന നിലപാടാണ് PSCക്ക് ഇപ്പോഴുള്ളത്. ശ്യാമപ്രസാദാണ് വിശദാംശങ്ങളുമായി ചേർന്നത്.